ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തടയണമെന്ന് അഭ്യർത്ഥിച്ച് ക്രൈസ്തവ നേതാക്കൾ. ഡിസംബറിൽ മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ 14 ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ഉടനടി നിർണായകമായ നടപടികൾ സ്വീകരിക്കണമെന്ന വിവിധ ക്രൈസ്തവ നേതാക്കൾ പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടു. ഭീഷണികളും അറസ്റ്റുകളും മുതൽ നേരിട്ടുള്ള ആക്രമണങ്ങളും വരെ അതിൽ ഉൾപ്പെടുന്നു. വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയുടെയും ശത്രുതയുടെയും ഭയാനകമായ പ്രവണതയാണ് ഇവയൊക്കെ വെളിപ്പെടുത്തുന്നതെന്ന് നിരവധി പേർ ഒപ്പിട്ട അപ്പീലിൽ പറയുന്നു. ദനഹ തിരുനാൾ ദിനമായ ജനുവരി 6-ാം തീയതി പോളണ്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന വിപുലമായ ആഘോഷങ്ങളിൽ ലക്ഷങ്ങളുടെ പങ്കാളിത്തം. പ്രസിദ്ധമായ 3 രാജാക്കന്മാരുടെ പ്രദക്ഷിണം തലസ്ഥാന നഗരിയായ വാർസോ ഉൾപ്പെടെ ചെറുതും വലുതുമായ 905 നഗരങ്ങളിലാണ് നടന്നത്. ദനഹയോടനുബന്ധിച്ച് യേശുവിനെ സന്ദർശിച്ച പൂജ രാജാക്കന്മാരുടെ സ്മരണയുണർത്തി നടത്തുന്ന ഘോഷയാത്രകൾ പോളണ്ടിൽ ഏറെ ശ്രദ്ധ നേടിയ ആഘോഷങ്ങളിൽ ഒന്നാണ്. 17 വർഷമായി പോളണ്ടിലെ വിവിധ തെരുവുകളിൽ യേശുവിന്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ദിനത്തിൽ നടത്തുന്ന റാലി ഈ വർഷവും മുടക്കം കൂടാതെ നടത്തുകയായിരുന്നു. സംഘാടകരുടെ കണക്കനുസരിച്ച് 2 ദശലക്ഷം ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തുവെന്നാണ് വിവരം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധ വാതിൽ തുറന്ന് ഫ്രാൻസിസ് പാപ്പ ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ച് 2 ആഴ്ച തികയുന്നതിന് മുൻപേ സന്ദർശനം നടത്തിയത് 5 ലക്ഷത്തിലധികം തീർത്ഥാടകർ. സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോ പ്രീഫെക്ട് കർദിനാൾ റിനോ ഫിസിഷെല്ലയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജൂബിലി വാതിലിലൂടെ പ്രവേശിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കാൻ 2026 ജനുവരി 6 വരെ സമയമുണ്ടായിരിക്കെ വൻതോതിൽ തീർത്ഥാടകർ വത്തിക്കാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകർക്ക് സ്വാഗതവും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന അനുഭവവും ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഡിക്കാസ്റ്ററി അശ്രാന്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇറാഖിൽ ക്രൈസ്തവ ഐക്യം വർദ്ധിക്കുന്നു. വൈവിധ്യമാർന്ന ആരാധനാക്രമങ്ങളിലൂടെയും പാരമ്പര്യങ്ങളിലൂടെയും ക്രിസ്ത്യൻ ജനത പൊതുമൂല്യങ്ങൾക്കും പൊതുവിശ്വാസത്തിനും ഇവിടെ പ്രാധാന്യം നൽകുന്നു. എല്ലാ വർഷവും നടത്തിവരുന്ന ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ വിവിധ സഭകളിലെ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്നു. ഈ അവസരങ്ങൾ കാരുണ്യത്തിന്റെയും സഹോദര്യത്തിന്റെയും ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല, വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഈ സഹോദര്യ കൂട്ടായ്മയിൽ പങ്കുചേരാനുള്ള പ്രചോദനവും ലഭിക്കുന്നു. ഏറെ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും ദനഹ തിരുനാൾ ദിനത്തിൽ ചൈനയിൽ നിന്നുള്ള 5 യുവജനങ്ങൾ ഇറ്റലിയിലെ ബൊളോഞ്ഞയിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ് ചൈന. ചൈനയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ബൊളോഞ്ഞ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് കർദിനാൾ മത്തിയോ സുപ്പിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് മാമോദിസ സ്വീകരിച്ചത്. ബൊളോയിലെ കത്തോലിക്കർ മാത്രമല്ല, ഇറ്റാലിയൻ നഗരത്തിലുണ്ടായിരുന്ന അന്താരാഷ്ട്ര കത്തോലിക്ക സമൂഹങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.